Good morning, ladies and gentlemen. Welcome to your favorite Ladies and gentlemen, എൻ്റെ കയ്യിൽ മൂൺ ഡ്രോപ്പ് IEM ഞാൻ മേടിച്ചു ഗൈസ്. ഇൻ ഇയർ മോണിറ്റർസ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് ഇതിൻ്റെ മറ്റേ സാധാരണ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ ഇൻ ഇയറിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കഥയായിട്ട് പറയേണ്ടി വരും ഇവിടെ. നിങ്ങൾക്ക് ബോറടിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ ഇയർ മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനം മെയിൻലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കോൺസേർട്ട് പോലത്തുള്ള സ്ഥലങ്ങളിൽ ഈ ആൾക്കാർ ബാക്കപ്പിന് വേണ്ടി നിങ്ങൾ ഒരു സാധനം ചെവി വെക്കണത് കണ്ടിട്ടുണ്ടോ? അവരെ വോക്കൽസ് തന്നെ അവർക്ക് കേൾക്കാനും ഇതൊക്കെ കേൾക്കാൻ, അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സിനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് അവർക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവരെ സാധനം വോക്കൽസും ഇതൊക്കെ കേൾക്കാനായിട്ട് ഇവരിത് യൂസ് ചെയ്യും. അപ്പോൾ അത്രയ്ക്കും ഹൈ എൻഡ് സാധനങ്ങളുണ്ട്. അതായത് ഇത് വെറും 2500 രൂപയുള്ളൂ ഇവിടെ. ഇതിൻ്റെ തന്നെ ലക്ഷക്കണക്കിന് 2.5 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയൊക്കെ IEM ഉണ്ട്. അത് ആ ഒരു ലോകം നമുക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാധനം. അതായത് നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിലൊരിക്കലും ഇപ്പോൾ അത്രയ്ക്ക് നിങ്ങളുടെ കയ്യിലൊരു കിഡിലോ ഇപ്പോൾ ഒരു സോണിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂൺ ഡ്രോപ്പിൻ്റെ തന്നെ ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ Type C പോർട്ട് വരുന്നുണ്ട്, 4.4mm ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പാട്ടൊക്കെ അമ്മാതി ക്ലാരിറ്റിയിലും ഇടണ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടും എല്ലാം നല്ല ഹൈ ക്വാളിറ്റിയിലൊക്കെ കേൾക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ലെവൽ IEMs മേടിക്കുക. അല്ലാത്തവർക്ക് ഒരു സാധാരണക്കാരൻ ആയ നിങ്ങൾ ഞാനൊരു കാര്യം, എല്ലാവർക്കും ഈ വയർലെസ് TWSനോട്ടൊരു മടിയാണ്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവർ ചെയ്യുന്ന വർക്ക് അത് നടത്തുവടെ. അതായത് ഈ വയർലെസ് TWSൻ്റെ പണി അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ലേറ്റൻസിയൊക്കെ അങ്ങനെ നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ വയേർഡ് യൂസ് ചെയ്യുന്നവർക്ക് ഒരിക്കലും വയർലെസ്സിലോട്ട് ചാടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നിങ്ങൾക്കിപ്പോൾ Type C കണക്ടറിൽ നിങ്ങൾക്ക് വയേർഡ് ഹെഡ്ഫോൺസ് വേണമെങ്കിൽ ദിസ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്ന സമയത്ത് ഇതൊരു കിഡിൽ ഓപ്ഷനാണ്. മൂൺ ഡ്രോപ്പിൻ്റെ Q2 DSP എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പാട്ട് എന്ന് പറഞ്ഞ സാധനം ഡിജിറ്റലൈസ്ഡ് ആണ്. അത് നമ്മളുടെ ചെവിയിലോട്ട് അത് അനലോഗ് രീതിയിൽ കേൾപ്പിക്കണമെങ്കിൽ ഒരു പ്രോസസ്സിങ് നടക്കണം. അതിനാണ് ഇത്. അത് DSP വേറെ പല ആവശ്യങ്ങൾക്കും ഉണ്ട്. ഇപ്പം ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന് DSP ഉണ്ട്, നമുക്ക് DSP യൂസ് ചെയ്യണം. അതായത് ഓരോ സാധനത്തിന് നമുക്ക് അത് എന്തൊക്കെ ഡിജിറ്റലായിട്ട് വരുന്നോ അതിനെ അനലോഗിലോട്ട് മാറ്റണമെങ്കിൽ ഒരു പ്രോസസ്സുണ്ട്. അത് നമ്മുടെ ചെവിയിൽ അനലോഗ് ആണ് കേൾക്കാൻ പറ്റുന്നത്. ഹ്യൂമൻ വോയിസ് അനലോഗാണ്. നമ്മളീ പറയുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങൾ കേൾക്കണില്ലേ, അത് അനലോഗാണ്. അതേപോലെ നമ്മൾ കേൾക്കണ നേച്ചർ അനലോഗാണ്. ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 0 ആയിട്ടുള്ള കുറേ കോമ്പിനേഷനിലുള്ള സാധനങ്ങൾ. പിന്നെ പല ടൈപ്പ് ഓഫ് ബിറ്റ് റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ 24 ബിറ്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഹയർ, 24 കഴിഞ്ഞിട്ട് 32 ബിറ്റ് റേറ്റ് വരെയും പോവാം. ആ 32 ഒക്കെ കേൾക്കണമെങ്കിൽ ലോസ്ലെസ് ആ ഒരു ഹൈ ലെവൽ ഫോർമാറ്റുകളാണ്. എന്തിനാണ് വേറെ എന്തൊക്കെയോ ഫോർമാറ്റ് ഉണ്ടേ നമുക്ക് ഈ മറ്റേ FLAC എന്നിട്ട് അങ്ങനെയൊക്കെ കുറേ വേവ് ഫോർമാറ്റ്, അതൊക്കെയാണ് ഒരു 24 ബിറ്റ് റേറ്റ് ഒക്കെ പറഞ്ഞത്. നമ്മുടെ CD ക്വാളിറ്റി എന്ന് പറയും. അപ്പോൾ ആ CD ക്വാളിറ്റി ആ ലെവലിൽ തന്നെ കേൾക്കുക എന്നുള്ളതിന് നമുക്ക് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അവിടെ ചില സമയത്ത് നമ്മൾ ഹെഡ്ഫോൺസ് ജാക്കി വെച്ച് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് മറ്റേ വയർ ലൂസ് ആയിക്കൊണ്ടല്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഹിസ്സിങ് സൗണ്ട് കേൾക്കാൻ ചിലപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അതെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഡിജിറ്റലിന് അനലോഗിലോട്ട് പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഷട്ടേഴ്സ് വരും, അല്ലെങ്കിൽ ജിറ്റേഴ്സ് വരും, പല സാധനങ്ങളും വരും ഈ ഒരു പ്രോസസ്സിങ്ങിൽ. അപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയല്ലോ, ഞാൻ അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്. ഞാൻ ഇങ്ങനെ ഇൻഡെപ്റ്റ് ആയിട്ട് പലരും പറയണം ഇവൻ പൊട്ടനാണ്, ഇവനൊരു കുണ്ടി അറിഞ്ഞൂടെ. എടേ കുണ്ടി അറിഞ്ഞൂടാത്തുണ്ടല്ലോ. നമ്മളിതിങ്ങനെ പറയുന്ന സമയത്ത് ഇവന്മാർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ പെട്ടിയിലുള്ള സാധനം തുറന്ന് കാണിച്ചിട്ട് അത് കൊള്ളാവോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പോടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാത്തത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ മ്യൂസിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു DAC, അതായത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടും. ഈ നമ്മളുടെ ഫോണിൽ നിന്നും ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് പ്രോസസ്സ് ചെയ്യുമെങ്കിലും നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോടെ സാധനങ്ങൾ കേൾക്കുകയും യാതൊരു രീതിയിലുള്ള ഹിസ്സിങ് സൗണ്ടൊന്നും വേണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ, ആൻഡ് വയർലെസ്സിനെയും കാട്ടിലും ലേറ്റൻസി അങ്ങനെയൊക്കെ സാധനങ്ങളൊന്നും ഒട്ടും വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ
ഈ പറയുന്ന കൺവേർട്ടർ മേടിച്ചിട്ട് ഒരു ടൈപ്പ് നമ്മുടെ 3.5 mm ജാക്ക് ടു വയർഡ് വെച്ച് കേൾക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക് പരിപാടിയിലെ ഏറ്റവും വേസ്റ്റ് റിമൂവൽ എന്തെന്നറിയോ? അതായത് ഏറ്റവും ഒരു ഫോണിൽ നിന്നും ഒരു കമ്പനി റിമൂവ് ചെയ്ത ഏറ്റവും വലിയ ചതി ഹെഡ്ഫോൺസ് ജാക്കാണ്. എന്തിന് ആ സാധനം എടുത്ത് കളഞ്ഞത് ഞാൻ ഇന്നും ആലോചിക്കാറുണ്ട്. അതും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. ഒരിക്കലും 3.5 mm ഹെഡ്ഫോൺസ് ജാക്ക് ഔട്ട്ഡേറ്റഡ് ആവില്ല. എന്തിനാണ് ഈ വൃത്തികെട്ട നാറികൾ അതിൽ നിന്ന് അത് എടുത്ത് കളഞ്ഞത് ഞാൻ ഇന്നും ആലോചിക്കും. സത്യമായിട്ടും എനിക്കുള്ള ഏറ്റവും വലിയ കലിയാണ്. ഒരു ഗെയിമർ ആണെങ്കിലും നിങ്ങളൊരു ഓഡിയോ ഫയൽ ആണെങ്കിലും നിങ്ങൾക്ക് 3.5 mm ജാക്ക് വേണോടെ. ഒരു കോള് വരെ നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് പടപടാന്ന് നമ്മുടെ ഒരു ലേറ്റൻസി ഇല്ലാതെ പോകണമെങ്കിലൊക്കെ 3.5 mm ജാക്ക് ഇസ് ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ്. ഇതിൽ നമുക്ക് മൈക്കും കാര്യങ്ങളൊക്കെ വെച്ച് വരുന്ന സാധനം തന്നെയാണ്. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. കാണാനൊക്കെ അടിപൊളി ലുക്കാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളർ ഇതാണ് സാധനം. ഇതാണ് ഈ പറയുന്ന IEM എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതൊരു ബാറ്റാണ്. ഇതിൻ്റെ അകത്ത് വയറും പൗച്ചാടേ. സോ കൂൾ. നമുക്ക് ഇങ്ങനത്തെ ഒരു പൗച്ച് അവർ തരുന്നുണ്ട് കേട്ടോ. ആടിപ്പൊളി വയറ് വെക്കാനുള്ള പൗച്ചാണ്. പിന്നെ കുറേ പുസ്തകങ്ങൾ, ചൈനീസ് പുസ്തകങ്ങളാണ്. ഓക്കെ, വെരി സോ നൈസ് മാൻ. ഐ ലവ് ദ പൗച്ച. അത് കാണാൻ പറ്റുന്ന അത്യാവശ്യം ചെറിയൊരു ഡ്രൈവറാണ്. വലിയ ജമട്ട് സാധനമൊന്നുമല്ല. അത്യാവശ്യം നമ്മുടെ ചെവിയിലൊക്കെ ഒതുങ്ങി നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു കറുത്ത IEM മോട്ടറാണ് വരുന്നത്. നൈസ് നോയ്സ്. പൊട്ടി ഞാൻ പറഞ്ഞു. ഈ പൗച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊളി. ഇതാണ് വയറ്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ ഒരു മൈക്ക് വരുന്നുണ്ട്. വോളിയം അപ്പ് ഡൗണ് മൈക്ക്. പിന്നെ ഇത് വെച്ച് ഇതാണ് കണക്ട് ചെയ്യാനുള്ളത്. ചെവിയിൽ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, സോ ദിസ് വയർ ഇസ് DSP ഉള്ള വയറാണ്. നമുക്ക് അത്യാവശ്യം 24 ബിറ്റ് ഓഡിയോയൊക്കെ നമുക്ക് ഇതിൽ തന്നെ കൺവേർട്ട് ചെയ്ത് കിട്ടും. സോ നല്ല പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റിയിൽ സാധനം കിട്ടും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വോക്കൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സൗണ്ട്, അതായത് നല്ല നിങ്ങൾ മറ്റേ മ്യൂസിക്കൽ ലൈറ്റ് മ്യൂസിക്കലും അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് അങ്ങനെയൊക്കെ കേൾക്കുന്നവർക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. അതിന് പകരം എന്തോന്നും ഒരു സാധനം ഉണ്ട് അവിടെ, ടൈവാന. ഭയങ്കര രസമാണ്. അതിൻ്റെ കവറൊക്കെ കാണാൻ നല്ല രസമാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു അൾട്ടിമേറ്റ് സാഡി, ഒരു സ്റ്റുഡിയോ പ്രോ എന്ന് പറഞ്ഞിട്ട് സാധനം. ഞാൻ എൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം. അതിന് വലിയ വിലയൊന്നുമില്ല. അത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾ കേൾക്കാം. അതായത് ജാസ് മ്യൂസിക് കേൾക്കുന്നവർ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ബേസ് പോകുന്ന ഒരു സാധനമാണ്. കുറച്ചും കൂടെ ഒരു ബേസും കൂടെ വേണമെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് തിങ്. അതേപോലെ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാ വയറും പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പറയുന്ന ഹെഡ്ഫോൺസ് ജാക്കിൻ്റെ ഏറ്റവും വലിയൊരു വില്ലൻ അതാണ്. പെട്ടെന്ന് വയർ പൊട്ടിപ്പോകും. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ വയർ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വയർ ഈ പറയുന്ന ഹെഡ്ഫോൺ സോൺ എന്ന് ഞാൻ ഇതെല്ലാം ഹെഡ്ഫോൺ സോണിൽ കിട്ടും കേട്ടോ. ഇത് ഞാൻ മറ്റെന്തൊരു ലിങ്സോൾ എന്ന് പറഞ്ഞ ചൈനീസ് സാധനത്തിൽ നിന്നാണ് മേടിച്ചത്. ഒരിക്കലും ദുബായിലുള്ള ഒരു ഇത് മേടിക്കല്, എസ്പെഷ്യലി ഇമ്പോർട്ട് ചെയ്യല് കേട്ടോ. ഭയങ്കര കത്തിയാണ്. ഏകദേശം $20 നമുക്ക് ഷിപ്പിങ്ങിനും കാശ് കൊടുക്കണം. ഇവിടെ വരുമ്പോൾ ഒരു 10 ദിർഹം വാറ്റ് കൊടുക്കണം. അതുകൊണ്ട് ഐ വിൽ നെവർ സജസ്റ്റ് എനിബഡി ടു ബൈ ദിസ് ഇൻ ദുബായ്. പക്ഷേ നമ്മളെ നാട്ടിലുള്ളവർക്ക് ഈ സാധനം മേടിക്കാൻ 2200 രൂപയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വയർ നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പം എന്തെങ്കിലും വയറിന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് മാറ്റി കഴിഞ്ഞിട്ട് ഈ വയർ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അടിപൊളി സാധനമാണ്. അതേപോലെ നമുക്ക് പല ടൈപ്പ് ഓഫ് ടിപ്സ് വരുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഇടുക. ടിപ്സിൻ്റെ ഒരു പരിപാടി നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ചെവിക്ക് അനുസരിച്ചിട്ടുള്ള ടിപ്സ് വയ്ക്കുക, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ഇപ്പോൾ ചില ബ്രാൻഡ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, അതിൻ്റെ പേരെന്തോന്നടേ, ടാങ്സു കേട്ടോ. ടാങ്സു എന്നാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര്. ടാങ്സുവിലെ ഒരു സാധനമുണ്ട്, പുതിയൊരു ഐറ്റമാണ്. അതിൽ പല ടൈപ്സ് ഓഫ് ടിപ്സ് നമുക്ക് കിട്ടും. ആ പല ടൈപ്പ് ഓഫ് ടിപ്സ് വെക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഇത് മാറും, ഒരു ലിസണിങ് എക്സ്പീരിയൻസ് മാറും. ഭയങ്കര രസമാണ് അത്. അതിൻ്റെ ടിപ്സ് നമ്മൾ ഇട്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ പറഞ്ഞൊരു ഇഷ്ടം പോലെ IEMs ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് KZ അതൊക്കെയാണ് സത്യം. ഒരു ഭയങ്കര ബിഗിനർ ആയിട്ടുള്ളവർക്ക് KZ ഒക്കെ മതി. 1500 റുപ്പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ. കുറച്ചും കൂടെ ബെറ്റർ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ മൂൺഡ്രോപ്പ് ഒക്കെ നൈസാണ്. പിന്നെ ഇപ്പോൾ പുതിയൊരു സാധനമുണ്ട്, ഫിയോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടൈഗുൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ബ്രാൻഡാണ് കേട്ടോ. എല്ലാം ചൈനീസാണ്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് നോക്കണം. നിങ്ങൾക്ക് മറ്റേ ചൈന വിരോധിയൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അല്ലാത്ത പക്ഷം സാധനം ക്വാളിറ്റി, പാട്ട് കേൾക്കാൻ മാൻ, IEMs ഇസ് ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ലെവൽ. നമുക്കൊരു വയർലെസ്സിൽ ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ ബ്രാൻഡ് എടുത്താലും, OnePlus എടുത്താലും നമ്മൾ അത്യാവശ്യം നമുക്ക് കേൾക്കാൻ സുഖമായിട്ട് കിട്ടും. പക്ഷേ ഒരു പ്രോപ്പർ സാധനം നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണം. പിന്നെ അതേപോലെ ആൻഡ്രോയിഡ് ഉള്ളവർക്ക് ദിസ് ഈസ് നൈസ്.
അതല്ലാത്ത പക്ഷേ നിങ്ങളിപ്പോൾ ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങളൊരു 15 Pro Max ഒക്കെ യൂസ് ചെയ്യുന്നവർക്കും ഈ പറയുന്ന DSPയും കാര്യങ്ങളൊക്കെ വെച്ച് കാര്യം നടക്കും. അല്ലാത്തവർക്ക് കണക്ടർ മേടിക്കേണ്ടി വരും. മറ്റേ ഞാൻ പറഞ്ഞ DAC ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചിട്ട് വേണം ഹെഡ്ഫോൺസ് ജാക്ക് വഴി കണക്ട് ചെയ്യാൻ. എന്നാലേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സാധനം കിട്ടും. ഇപ്പോൾ ലോസ്ലെസ് സപ്പോർട്ടൊക്കെ ആപ്പിൾ മ്യൂസിക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന DACയിലോട്ട് ആക്കിയിട്ട് DAC കണക്ട് ചെയ്തിട്ട് ഹെഡ്ഫോൺസ് ജാക്ക് വഴി കേൾക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഈ പറയുന്ന മറ്റേ വയർലെസ്സിൽ കൂടെ വരുന്ന ലോസ്ലെസ് ഒക്കെ ഉണ്ടടേ, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ വലിയ ഗുണമൊന്നും ഇല്ല, എനിക്ക് വലിയ ഗുണമായിട്ട് തോന്നിയിട്ടില്ല. വയർലെസ്സൊക്കെ ഇനിയും കുറച്ചും കൂടെ സമയം എടുക്കൂടെ ഈ ഒരു ക്വാളിറ്റി ഓഫ് മ്യൂസിക് നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ വെക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് പോലെ മറ്റേ ഇങ്ങനെയാണ് വെക്കാനുള്ളത്. ഇങ്ങനെ വെച്ചിട്ട് അതായത് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ചെവിയുടെ മണ്ടയിൽ കൂടെ ഇങ്ങനെ തൂക്കിയിടാതെ ലെറ്റ്സ് ഹിയർ സം മ്യൂസിക്. ഈ മൂൺ ഡ്രോപ്പിൻ്റെ ലിങ്ക് എന്ന് പറയുന്ന ആപ്പാണ്. ഈ ഒരു ആപ്പിൽ കയറിയിട്ട് നമുക്ക് നമ്മളുടെ ഇതിനനുസരിച്ചിട്ടുള്ള ഈ സാധനം കൊടുക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ഡിഫോൾട്ടായിട്ടൊരു വി ഷേപ്പ് ആയിട്ടുള്ള ഒരു സൗണ്ട് സിഗ്നേച്ചറാണ് നമുക്കിതിൽ വരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി ഗുഡ്. നമുക്ക് ബേസ് ഹെവി ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് യെസ്, ദിസ് സൗണ്ട് നമ്മൾ ഈ വോക്കൽ ക്ലാരിറ്റിയൊക്കെ ഉണ്ടല്ലോ. പാട്ടൊക്കെ ഒന്ന് കേട്ടിട്ട് വന്നിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മോനെ ദിനേശ. ബൈ. ഐ ആം ബാക്ക് ഗൈ. സോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. Type-C എന്നുള്ള രീതിയിൽ ഇത് നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് സൗണ്ട് സിഗ്നേച്ചർ ആണെങ്കിലും വെരി നൈസ്, നല്ല ബേസും എല്ലാം വെൽ ബാലൻസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല വി ഷേപ്ഡ് ആണ്. പാട്ടുകൾ കേൾക്കുക, ഇപ്പം നമ്മളിപ്പോൾ ഹാൻസ് സിമ്മറിൻ്റെയൊക്കെ പാട്ട് കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു സാധനം ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യും. ഓരോ ഇൻസ്ട്രുമെൻറ്റ് ചില ഈ മറ്റേ ഒരു വലിയ ഇതില്ലേ ഡ്രം ഡും മറ്റേ ഇങ്ങനെ അടിക്കണം, അതിൻ്റെയൊക്കെ ഒരു ആ വോയിസ് സപ്പറേഷനൊക്കെ ഒന്നും പറയാനില്ല. ഡെഫിനറ്റ്ലി ഹൈലി റെക്കമെൻഡഡ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഗുഡ്. അതല്ല നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മുടെ DAC ഇത് കിട്ടും, കൺവേർട്ടർ ഹൈ റെസൊല്യൂഷൻ്റെ, അത് മേടിച്ചിട്ട് വാഗ്നറിൻ്റെ ഈ ടാൻഗ്യൂ വാഗ്നർ SG എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. 1700 രൂപ എന്തോ ഉള്ളൂ. ഇതും ഹെഡ്ഫോൺസ് ജാക്കിൽ തന്നെ കിട്ടും, ഹെഡ്ഫോൺസ് സോൺ. അപ്പോൾ അവിടെ കയറിയിട്ട് അത് മേടിക്കും. ഞാൻ ഇതൊക്കെ ബിഗിനർ സാധനങ്ങൾ. ഇതിൻ്റെ ലക്ഷക്കണക്കിന് വിലയുള്ള ഹൈബ്രിഡ് ഡ്രൈവേഴ്സ്, ഡൈനാമിക് ഡ്രൈവേഴ്സൊക്കെ വരുന്ന സാധനങ്ങളുണ്ട്. വിച്ച് നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ഒക്കെ മറ്റേ കൂട്ടാലും കുറച്ച് ഒക്കെ ചെയ്തിട്ട് അത് ഞാൻ പറയാം പക്ക പ്രൊഫഷണൽ, അല്ലെങ്കിൽ അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ഓഡിയോ ഫയൽസ് ആണെങ്കിൽ മാത്രം നിങ്ങളെ കയ്യിൽ അടിപൊളി ഞാൻ പറഞ്ഞില്ലേ മറ്റേ മ്യൂസിക് പ്ലെയറും അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ വലിയ നമ്മുടെ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇതിലോട്ടൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു കോൺസേർട്ടിനും അങ്ങനെ ലെവല ആ ഒരു നമ്മളുടെ യൂസേജ് അനുസരിച്ചിട്ടാണ് ഫ്ലാഗ്ഷിപ്പ് IEMs ആൾക്കാർ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കാശ് ഉണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ കാശ് ഉണ്ടായിട്ട് എടുത്തിട്ട് നിങ്ങൾ പറയും അയ്യേ ഇതൊന്നും ഇല്ലല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാവുന്നവർക്ക് അതിനെങ്ങനെ ട്വീക്ക് ചെയ്യണമെന്നറിയാം, അതെങ്ങനെ ഫ്രീക്വൻസികളൊക്കെ കൂട്ടണം കുറയ്ക്കണം എന്നൊക്കെ അതേപോലെ ഓരോ പാട്ടിനും ഓരോ രീതിയിലൊക്കെ ട്വീക്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന സാധനം. സോ ഇതിന് അങ്ങനത്തെ ഇതെന്ന് പറഞ്ഞൊരു ബിഗിനർ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ കണ്ട ആപ്പിൽ കൂടെ തന്നെ നമുക്ക് ജസ്റ്റ് ഫ്രീക്വൻസിയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമ്മളുടെ സൗണ്ട് സിഗ്നേച്ചർ ഏതാണ്, നമുക്ക് ഈ പാട്ടിന് എന്താണ് വേണ്ടതെന്നൊക്കെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഈക്വലൈസറിൽ. ആൻഡ് അല്ലാത്ത പക്ഷം ഡിഫോൾട്ടായിട്ട് വരുന്നത് അത്യാവശ്യം കിടലായിട്ട് തന്നെ ഉണ്ട്. ഞാൻ പറയും ഒരു കാര്യം ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം 50,000 രൂപ എടുത്ത് നമ്മൾ എയർപോഡ്സ് മേടിക്കുന്നതിനെക്കാട്ടിലും 2,500 രൂപ എടുത്ത് ഇത് മേടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ പാട്ടുകൾ കേൾക്കാടി, നല്ല വോക്കൽസും ട്രബിളും ഒക്കെ വെച്ചിട്ട്. പക്ഷേ പെർഫെക്റ്റ് അല്ല ഒരിക്കലും. നമുക്കൊരു എന്താ പറയുക എല്ലാം മറ്റേ പക്കയായിട്ട് നമുക്ക് കിട്ടും. എനിക്ക് എവിടെയൊക്കെയോ ഒരു ലെറ്റ് ഡൗൺ പോലെ ഈ സാധനത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ചില പാട്ടുകൾ കേൾക്കുന്ന സമയത്തും ഒത്തിരി സ്റ്റെപ്പ് ഡൗൺ ആയി വരുന്നുണ്ട്. അതാ പറഞ്ഞത്. ഇപ്പം എല്ലാ പാട്ടുകൾ കേൾക്കാനും ഇത് ഗംഭീരമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ദർ ആർ ഫ്യൂ ഓപ്ഷൻ. ഇപ്പോൾ അത്യാവശ്യം ബേസ് ഉള്ള പാട്ടുകൾ, ഹിപ്പ് ഹോപ്പ്, അതുപോലെ റോക്ക് മ്യൂസിക് കുഴപ്പമില്ല, ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നതും കുഴപ്പമില്ല. പക്ഷേ ഹൈ ഫ്രീക്വൻസിയിലോട്ട് കയറുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ദാറ്റ് എന്താ പറയുക പ്ലീസിങ് ടു ഇയേഴ്സ്. നമുക്കൊരു അത്ര ഗംഭീരമായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. ഇത് പേഴ്സണലി ഇത് എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. ചിലപ്പോൾ ചിലവർക്ക് ഇത് മാറാം. പക്ഷേ ഫോർ സർട്ടൻ ജോണർ ഓഫ് മ്യൂസിക് ദിസ് ഇസ് ഗുഡ്. ഇപ്പം നമ്മൾ കേൾക്കുന്ന സാധാ ഹിന്ദി പാട്ടും അതിനൊക്കെ പറ്റിയ സാധനമാണ്. മലയാളം ഇലൂമിനാറ്റിയൊക്കെ കേൾക്കാനൊക്കെ ഒരു കുഴപ്പമില്ല.
പക്ഷേ നമ്മൾ ചില ആൾക്കാർക്ക് പാട്ടുകൾ നല്ല ഹൈ ഫ്രീക്വൻസിയിലൊക്കെ അത്യാവശ്യം ഹൈ വോളിയത്തിലൊക്കെ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ യു ഷുഡ് ലുക്ക് സംവെയർ എൽസ് എന്ന് പറയേണ്ടി വരും. ഇപ്പം വേറെ ഓപ്ഷൻസ് ഉണ്ട്, കുറച്ചും കൂടെ കാശൊക്കെ മുടക്കി സാധനങ്ങൾ മേടിച്ച് നിങ്ങളുടെ രീതിയിൽ ട്വീക്ക് ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഫോർ ദ പ്രൈസ് ദിസ് ഇസ് റിയലി ഗുഡ്. Type-C to ഇതാണ് വരുന്നത് വിത്ത് DSP, ആൻഡ് DSP ഈസ് ഓൾസോ ഗുഡ്. അത്യാവശ്യം അതിൻ്റെതായ പണി അത് എടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ iPhone 15ഉം 14ഒക്കെ യൂസ് ചെയ്യുന്നവർ ഇത് മേടിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല പക്ഷേ നിങ്ങളൊരു 15 പ്രോയും Pro Max ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ദിസ് ഈസ് ഗുഡ്. അത്യാവശ്യം ഇത് വർക്കാവും, അല്ലാത്ത വശം ഒന്നുമില്ല. വെറുതെ മറ്റേ ചുമ്മാ കണക്ട് ചെയ്തിട്ട് കേൾക്കണ പോലെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ 15, 14ഒക്കെ യൂസ് ചെയ്യുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണക്ടർ മേടിച്ചിട്ട് ഹെഡ്ഫോൺസ് ജാക്ക് വഴി കയറുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ദർ ഇസ് നോ അതർ ഓപ്ഷൻസ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് പ്രോഡക്റ്റ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഇട്ടേക്കാം. ഒന്നും കൂടെ എടുത്ത് പറയുന്നു, ദുബായിലൊക്കെ ഉള്ളവർ ഈ ലിങ്ക് സോളിൽ കയറിയിട്ട് സാധനം മേടിക്കുമ്പോൾ നോക്കുക, ഷിപ്പിംഗ് ചാർജസ് ഹൈ ആണ്. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി ഹൈ. $20 സാധനം, $21 സാധനത്തിന് $20 ഷിപ്പിംഗ് ചാർജ് കൊടുക്കുക എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വല്ല അബദ്ധത്തിൽ എന്തെങ്കിലും നെക്കിയോന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഓർഡർ ചെയ്ത് വിത്തിൻ 2 days എനിക്ക് സാധനം കിട്ടി. അതല്ലാത്ത ഇന്ത്യയിലുള്ളവർക്ക് ഹെഡ്ഫോൺ സോണിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് IEMs നിങ്ങൾക്ക് നോക്കാം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. IEMs എന്ന് പറയുന്ന ലോകം എന്ന് പറയുന്നത് ഒരു വലിയ വാസ്റ്റാണ്. ബിഗിനർ ആയിട്ടുള്ളവർക്ക് മൂൺഡ്രോപ്പോ ഈ പറയുന്ന ടാൻഗ്യൂ ഒരു കമ്പനി ഉണ്ടേ, ഞാൻ താഴെ ഇട്ടേക്കാം ലിങ്ക്. അത് പക്ഷേ 3.5mm ജാക്കിലാണ് വരുന്നത്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് തിങ്. ഗെയിം കളിക്കുന്ന പിള്ളേർക്ക് ലേറ്റൻസി എന്ന് പറഞ്ഞൊരു സാധനം ഇതിൽ വരില്ല, ഞാൻ ഗ്യാരണ്ടി. മൈക്ക് ക്വാളിറ്റിയും അത്യാവശ്യം നൈസ് തന്നെയാണ്. വോളിയം കൂട്ടാൻ കുറയ്ക്കാം. നമുക്ക് നടുക്കൊരു ബട്ടൺ വരുന്നുണ്ട്. സോ പോസ് ബട്ടൺ, പ്ലേ ബട്ടൺ ഒക്കെ ഇതായിട്ട് യൂസ് ചെയ്യാം. കോള് വരുന്ന സമയത്തും എടുക്കാനും എളുപ്പമാണ്. സോ ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ് ഫ്രം വാട്ട് ഹാവ് യൂസ്ഡ്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. ബാക്കി നിങ്ങൾ യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ ഒന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ പാട്ടുകളിനെ ഞാൻ ഭയങ്കര പ്രോ ലെവൽ ഓഡിയോ ഫയൽസിന് കുറച്ചും കൂടെ വേറൊരു കാര്യം പറയാൻ പറ്റും. സോ അങ്ങനെയുള്ളവർക്ക് താഴെ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുന്നതാണ്. എനിക്ക് കേട്ടിട്ട് ഫോർ ദ പ്രൈസ് ദിസ് ഇസ് ഗുഡ്.